respondido. ഷലോം, ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായ സ്തോത്രം. വീണ്ടും ഒരാഴ്ചക്കാലം കഴിഞ്ഞ് ഞങ്ങൾക്ക് കൂടി വന്ന ദൈവമേ, അവിടുത്തെ വചനം നോക്കി പഠിപ്പാൻ തന്ന കൃപയോർത്ത്, സാവകാശത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. കർത്താവ്, വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോശുവയുടെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഇന്നും ഒരു ദൈവവചനം വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായം, അതിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ. യിരെമ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായം, അതിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ. ഞാൻ എന്റെ ജനമായ ഇസ്രയേലിന് കൊടുത്തിരിക്കുന്ന അവകാശത്തെ തൊടുന്ന ദുഷ്ടന്മാരായ എൻ്റെ എല്ലാ അയൽക്കാരെ കുറിച്ചും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അവരെ അവരുടെ ദേശത്തു നിന്നും പറിച്ചു കളയും. യഹൂദ ഗൃഹത്തെ ഞാൻ അവരുടെ ഇടയിൽ നിന്നും പറിച്ചു കളയും. അവരെ പറിച്ചു കളഞ്ഞ ശേഷം ഞാൻ വീണ്ടും അവരോട് കരുണ കാണിച്ച് ഓരോരുത്തനെ അവനവന്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും തിരിച്ചു വരുത്തും. ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിലുള്ളത് കാണാൻ കഴിയും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജോയാന. നിങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വലിയ ചിത്രം എന്താണ് എന്ന് ഞാൻ അന്വേഷിക്കുകയാണ്. ഇവിടെ ഒരു ഭവനത്തെക്കുറിച്ചും ഒരു ദേശത്തെക്കുറിച്ചുമൊക്കെ ദൈവം വളരെ ശക്തമായി തന്നെ തൻ്റെ പ്രവചനത്തിലൂടെ ഒക്കെ സംസാരിക്കും. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നും വളരെ വളരെ വർഷങ്ങൾക്കപ്പുറം, ഏകദേശം ഒരു 3500 വർഷം നമുക്ക് കണക്ക് കൂട്ടാം. ആ കണക്ക് കൂട്ടലിൽ നിന്നും യിരെമ്യാ പ്രവാചകൻ അന്ന് വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് ഇത്. ഇന്ന് നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത്? എന്ത് കാഴ്ചപ്പാടിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും ഓരോ ദിവസവും അനുദിനം ദൈവത്തിന്റെ വചനത്താൽ നമ്മളെ തന്നെ പണിയേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് നമ്മൾ തീർത്തും ആലോചിക്കേണ്ടതാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, ആരും എടുക്കണ്ട, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, അതിന്റെ 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാൽ ഇവിടെ ഒരു ഭവനത്തെ കാണുവാൻ, ആ ഭവനത്തിൽ തൻ്റെ മകനെ കാത്തിരിക്കുന്ന ഒരു പിതാവിന്റെ ഹൃദയത്തെ കാണുക. ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഒരു പിതാവിന്റെ ഹൃദയം. ഈ പിതാവ് ആരാണെന്ന് വെച്ചാൽ ഈ പിതാവാണ് അലഫ്. ഒരു മർമ്മമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പിതാവാണ് ആലഫ്. ആ പിതാവിന്റെ ഹൃദയം എന്ന് പറഞ്ഞിരിക്കുന്നത് തുറന്നിട്ടിരിക്കുന്ന ഒരു ഹൃദയമാണ്. എന്തിനാ? തന്റെ സൃഷ്ടിയെ തിരികെ വരുവാനായിട്ട്, തന്റെ സൃഷ്ടി അകത്തേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം വളരെയേറെ ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം അതിൽ വായിക്കുമ്പോൾ ഒരു പ്രോഡിഗൽ സണ്ണിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു ദൂർത്തമായ ഒരു പുത്രൻ, തന്റെ വീട്ടിന്റെ അവകാശങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പോയ ഒരു പുത്രനെ കുറിച്ചാണ്. നമുക്ക് ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കാം. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ആലഫാണ്. ആലഫ് എന്ന് പറയുന്നത് ഏകനാണ്, നിശബ്ദനാണ്. എന്നാൽ ആലഫ് എന്ന് പറയുന്നത് തന്നെ ഒരു ഭവനമാണ്. ദൈവം ഒരു ഭവനം തന്നെയാണ്. ആ ദൈവം തന്റെ ഹൃദയം തുറന്നു വെച്ചിരിക്കുവാണ്. എന്തിനാ? ഹല്ലേലൂയ. തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും തന്നെ വിട്ടകന്നു പോയ മനുഷ്യൻ അകത്തേക്ക് കടന്നു വരുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചക്കാലം എല്ലാം നിങ്ങൾ സുഖമായി സന്തോഷമായി ഇരുന്നു സന്തോഷത്തോടെ സമാധാനത്തോടെ സൗഖ്യത്തോടെയൊക്കെ ഇരുന്നു എന്നറിഞ്ഞതിൽ ഞാൻ ഏറ്റവും ആനന്ദിക്കുന്നു. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ അമ്മയൊക്കെ ആശുപത്രിയിലൊക്കെ ആയിരുന്നു. ദൈവം വലിയ വിടുതൽ കൊടുത്തതിനായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞാനും വളരെയേറെ കുറച്ച് പ്രതിസന്ധികളിലൂടെയും വിഷമത്തിലൂടെയൊക്കെ കടന്നുപോയിരുന്നു. പക്ഷെ ദൈവം അവിടെ എല്ലാം ദൈവം എന്നെയും കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് ഞാനും ദൈവത്തെ ഒരുപാട് നന്ദി പറയുന്നു. ഓക്കെ, നമുക്ക് ഇന്ന് ബെയ്ത്തിനെ കുറിച്ച് കുറച്ച് ആഴത്തിൽ തന്നെ ചിന്തിക്കാം.
ഓക്കെ, നമുക്ക് ബെയ്ത്തിനെ കുറിച്ച് ചിന്തിക്കാം. ബെത്ത്, ദ ഹൗസ് ഓഫ് ബിഗിനിങ്. എല്ലാ ആരംഭങ്ങളും ആരംഭിക്കുന്നത് എവിടുന്നാണ്? നമ്മുടെ വീട്ടിൽ നിന്നാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എത്ര പേര് അത് ശ്രദ്ധിച്ച് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ടൈറ്റില് ഭവനം ഇതിന്റെ അകത്ത് ഒരു സംഭവം കണ്ടു. ബെത്ത്, ബെയ്ത്ത്, ബ്, വ് എന്നൊക്കെ ഉള്ളത് ഞാൻ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാല് ഞാൻ മുൻപ് തന്നിരിക്കുന്ന ബുക്കുകളും പാംഫ്ലെറ്റുകളുടെ അകത്തൊക്കെ ബെയ്ത്ത് എന്നുണ്ട്, ചിലടത്ത് ബെത്ത് എന്നുണ്ട്. ഇപ്പൊ പഠിപ്പിക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് തോന്നി. അവരെന്നെ വിളിച്ചു പറഞ്ഞവരുണ്ട്, സാറേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടു, ഞങ്ങൾ എന്താണ് എവിടെയാണ് ഉറക്കേണ്ടത്, ബെത്താണോ ബെയ്ത്താണോ എന്നുള്ളത്. ബെത്തും ബെയ്ത്തും രണ്ടും ശരിയാണ്, രണ്ടും ശരിയാണ്. നമ്മളിപ്പോ ഈ ഹീബ്രുവിന്റെ ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അക്ഷരമാലയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ആലഫ് ബെത്ത് എന്നേ പറയത്തുള്ളൂ. ആലഫ് ബെത്ത്, ആലഫ് ബെയ്ത്ത് എന്ന് പറയത്തില്ല, അലഫ് ബെത്ത് എന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ ആ അക്ഷരത്തിന് നമ്മൾ ബെത്ത് എന്ന് വായിക്കും, ബെയ്ത്ത് എന്നും വായിക്കും. അപ്പൊ രണ്ടും ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ ഒന്ന് പോസ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഇത്? കാരണം എൻ്റെ സിസ്റ്റം ഹാങ് ആയി. ഓക്കെ, നമ്മൾ പിക്ടോഗ്രാഫിക് മീനിങ്ങിലേക്ക് നമ്മൾ വന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദ ഹൗസ്, അല്ലെ, വീട്. നമ്മൾ ആദ്യത്തെ ഒരു സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. നിങ്ങൾ എല്ലാവരും അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിൻ്റെ അകത്ത് പാലിയോ ഹീബ്രുവിന്റെ ഒരു ഒരു പടം നിങ്ങൾക്ക് കാണാം. പാലിയോ ഹീബ്രു ആയിട്ട് ഒരു എന്താ പറയാ, ഒരു വീടിന്റെ പടം. ഇന്ന് നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് കൃത്യമായിട്ട് ഓൺ ചെയ്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ അകത്തൊരു വീടുണ്ട്, ആ വീട് കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ നമുക്കത് കാണാം. അപ്പോ ഓക്കെ, ഇൻ പാലിയോ ഹീബ്രു ബെത്ത് ഈസ് നോൺ. ഒരു സെക്കൻഡ്, എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ഞാൻ കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, in Paleo Hebrew, Beth was drawn like ഓക്കെ, ഞാൻ കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. Beth was drawn like a tent or a dwelling, the image of a house or a shelter. നമുക്ക് ആ ഒരു പടം കാണുമ്പോൾ எங்க போச்சு நீ போச்சு காட்டுற படமா? അപ്പൊ നമുക്ക് ആ പാലിയോ ഹീബ്രു എന്നുള്ള ആ പടത്തിന്റെ അകത്തൊരു ഭവനം കാണുവാൻ കഴിയും. നമ്മുടെ ക്ലാസ്സിന്റെ അവസാന സമയത്ത് ബെത്തിന്റെ അകത്ത്, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരച്ചു പഠിക്കുന്ന ആ ബെത്തിന്റെ അകത്ത് എങ്ങനെയാണ് ഒരു ഭവനം ഉണ്ടായി വരുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് കാണിക്കാം. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു സ്റ്റുഡന്റ് എന്നെ വിളിച്ച് ചോദിച്ചു, സാർ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് വീട് കാണാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ആ വീട് കാണിക്കുന്നതായിരിക്കും ഇന്ന്. അപ്പോൾ നമ്മൾ ആ പാലിയോ ഹീബ്രു ആ ബെത്തിൽ ബെത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടെന്റ്. വീട് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ജീവിതത്തിന്റെയും ആരംഭം വീട്ടിൽ നിന്നാണ്, അല്ലെ? നമുക്കൊരു ഒരു ഒരു വലിയ ഒരു വീട് ഉണ്ടാക്കിയിട്ട് എനിക്കതിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റത്തില്ല, അല്ലെ? എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കണമെങ്കിൽ എനിക്കൊരു ഹോസ്റ്റലിൽ താമസിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ടൊരു ഷെൽട്ടർ താമസിക്കാം. പക്ഷെ വീട് എന്ന് പറയുമ്പോൾ ആ വീട്ടില് ഒരുപാട് പേര് വരണം. പ്രത്യേകിച്ച് അവിടെ ഒരു അപ്പൻ ഉണ്ടായിരിക്കണം, ഒരു അമ്മ ഉണ്ടായിരിക്കണം, കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കണം,
ആ കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ടാവുന്ന സമയത്താണ് അവിടെ നമുക്ക് വീടെന്ന് പറയാൻ പറ്റും. എന്നാൽ ചോദിക്കും, അതിൻ്റെ ഇത് അങ്ങനെ ആവുമ്പോൾ വീടാകുമോ? ഇല്ല. വീടാവണമെങ്കിൽ വീടിൻ്റെതായിട്ടുള്ള ഒരുപാട് അന്തരീക്ഷങ്ങളും കൂടി അതിൻ്റെ അകത്തൂടെ കടന്നു വരണം. അപ്പൊ ദൈവം എന്തിനാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്? നമ്മൾ യെശയ്യാ പ്രവചനത്തിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, അത് പാർപ്പാനായിട്ടാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ ദൈവം നമ്മളെ എല്ലാവരെയും ആ വീട്ടിലേക്കാണ് ക്ഷണിച്ചത്, ദൈവത്തിന്റെ ഭവനത്തിലേക്ക്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് എന്നാണ്. ഹല്ലേലൂയ. എ പ്ലേസ് ഓഫ് എ ഡ്വെല്ലിംഗ്, ഫാമിലി, സേഫ്റ്റി ആൻഡ് കണ്ടെയ്ൻമെന്റ്. അതേപോലെ തന്നെ നമുക്ക് കാണുവാൻ കഴിയും, symbolizes creation as a dwelling place for God and man. ദൈവത്തിനും മനുഷ്യനും ഒരുമിച്ച് വാസം ചെയ്യാനായിട്ടാണ് ഈ ഭൂമിയെ ദൈവം പുനർക്രമീകരിച്ച് വീണ്ടും സൃഷ്ടിച്ചെടുത്തത്. നമുക്ക് കാണുവാൻ കഴിയും ഏദൻ തോട്ടത്തിൽ ദൈവവും മനുഷ്യനും ഒരുമിച്ച് നടക്കുന്നത്. പിന്നെ വേറൊരു സ്ഥലവും കൂടെ നമുക്ക് വീടായിട്ട് കാണുവാൻ കഴിയും. ഞാൻ ഈ പറയുമ്പോൾ ഇതെല്ലാം ഈ ബെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ അക്ഷരത്തിന്റെ ഉള്ളിലുള്ള അർത്ഥങ്ങളാണ്. അപ്പൊ ബെയ്ത്തുമായിട്ട് വരുന്ന, ഇപ്പൊ ബറഷീത്ത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ ആ ബ എന്ന സൗണ്ട് അല്ലെങ്കിൽ ആ അക്ഷരത്തിന്റെ അകത്ത് ഇരിക്കുന്ന ലെയർ പോലെയുള്ള അർത്ഥങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അത് വളരെ വളരെ മനസ്സിലാക്കി വെക്കുക. കാരണം നമ്മുടെ 22 അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ചില അർത്ഥങ്ങൾ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും വ്യാഖ്യാനിക്കും, സാറേ ഇത് അങ്ങനെ അല്ലല്ലോ എന്നെ പഠിപ്പിച്ചത് ഷെൽട്ടർ എന്നാണ് അല്ലെങ്കിൽ വീടെന്നാണെന്ന് പറയും, അല്ലെങ്കിൽ വേറെ ഒരു അർത്ഥമാണല്ലോ പറഞ്ഞത്. പക്ഷെ ഈ ഒരു അർത്ഥം എങ്ങനെയാ വന്നേ? ഞാൻ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം തന്നെ കേൾക്കുക. കാരണം ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മളൊരു പുതിയ ഭാഷ പഠിക്കുവാണ്. ഈ ഭാഷ എന്ന് പറയുന്നത് വേറൊരു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇബ്രായ ഭാഷ എന്ന് പറയുന്നത്, അതിന് ഒരു ഭാഷയ്ക്ക് ഒരു സംസ്കാരമുണ്ട്, ഒരു ചരിത്രമുണ്ട്, ഒരു ജോഗ്രാഫിക്കൽ ആയിട്ടുള്ള അർത്ഥമുണ്ട്, ട്രോപ്പോഗ്രാഫിക്കൽ അർത്ഥമുണ്ട്, സിംബോളിക് ആയിട്ടുള്ള അർത്ഥമുണ്ട്, ഇനിയും അർത്ഥതലങ്ങളുണ്ട്. കാരണം ഞാൻ അത് അത്രയും പറഞ്ഞാൽ ഇനിയും ഭാഷയെക്കുറിച്ചുള്ള ഒരു പഠനമായിട്ട് ഈ ഒരു ക്ലാസ് മാറിപ്പോ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ഓരോ ക്ലാസ്സിലും ഞാൻ പതുക്കെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുക. നമ്മൾ ആദ്യത്തെ ഒരു അക്ഷരം പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഓക്കെ, ഞങ്ങൾക്ക് ഫുള്ള് ബൈബിള് വായിക്കാം എന്നൊരു തോന്നൽ ആരും വെക്കരുത്. പതുക്കെ എഴുതി പഠിക്കണം, വായിച്ച് പഠിക്കണം, പ്രൊനൗൺസ് ചെയ്ത് പഠിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ബെത്തിനെ കുറിച്ചിട്ട് കുറച്ച് വൊക്കാബുലറി തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അത് എഴുതി വെക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തന്നെ നോട്ട്സുകൾ ഞാൻ തരുന്നതായിരിക്കും, ആ വൊക്കാബുലറീസ്. അപ്പൊ നിങ്ങൾക്കത് വളരെ വളരെ ഉപകാരമായിരിക്കും. ഞാൻ അടുത്ത പറയാൻ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, മനുഷ്യനായിട്ട് ഉള്ള ഏതൊരു വ്യക്തിയുടെയും ആദ്യത്തെ ഭവനം എന്ന് പറയുന്നത് അവന്റെ അമ്മയുടെ ഉദരമാണ്. ദ വൂംബ് ഓൾസോ റെപ്രസെന്റ് ദ ഹിഡൻ പ്ലേസ് വെയർ ലൈഫ് ബിഗിൻസ്. ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്നത് ഭവനത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെയാണ് ദൈവം ആ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഒരു തുടക്കം കുറിച്ചിരിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവിടെ മനുഷ്യനില്ല, മൃഗങ്ങളില്ല, സൗരയൂഥമില്ല, പ്രപഞ്ചമില്ല, ഒന്നുമില്ല. പക്ഷെ ആ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ, മനുഷ്യന് മറ്റൊന്നുമില്ലാത്തൊരവസ്ഥയിൽ ദൈവം ആദ്യം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയിട്ട് മാത്രമാകുന്ന ഭൂമിയും ആകാശവുമായിരുന്നു. ബറശീത്ത് ബാര യത് യെലോഹിം ഷായിം വേ ആരസ്. അടുത്ത പോയിന്റ്, നമുക്ക് ആദ്യത്തെ പോയിന്റ്
ഗ്രാഫിക് മീനിങ് എന്ന് പറഞ്ഞിട്ട് ദ ഹൗസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കണം നോട്ട്ബുക്കിൽ. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളും നിങ്ങൾ എഴുതി വെക്കണം. അടുത്ത സെക്കൻഡ് എന്നിട്ടിട്ട് മാത്തമാറ്റിക്കൽ വാല്യൂ ഓർ ഗെമറ്റോറിയ വാല്യൂ 2 എന്ന് എഴുതുക. ബെത്ത് ഇസിക്കൽ ടു 2. ദ നമ്പർ ഓഫ് ഡ്യൂലിറ്റി, റിലേഷൻഷിപ്പ് ആൻഡ് വിറ്റ്നസിങ്. ഇത് ഒരു ദ്വന്ദ്വത്തെ കാണിക്കുന്നു, ഇരട്ടയെ കാണിക്കുന്നു, ഒരു ബന്ധത്തെ കാണിക്കുന്നു, പിന്നെ സാക്ഷികളെ കാണിക്കുന്നു. നമ്മൾ ആദ്യത്തെ അക്ഷരം പഠിച്ചപ്പോ ഗെമറ്റോറിയ വാല്യൂ ആലഫിന് 1 ആയിരുന്നു. 1 ഒരു യൂണിറ്റ് ആയിരുന്നു അല്ലെ. ഇന്ന് നമ്മൾ ബെത്ത് പഠിക്കുമ്പോൾ 1 1 2 എന്നുള്ളൊരു യൂണിയനെ കുറിച്ച് പഠിക്കും. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് അല്ലെ അവിടെ ഒരു യൂണിറ്റി ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ എടുക്കാം? ആകാശവും ഭൂമിയും, അല്ലെങ്കിൽ സ്വർഗാതിസ്വർഗവും ഭൂമിയും. പിന്നെ അടുത്തെടുക്കാം പുരുഷൻ സ്ത്രീ എന്നെടുക്കാം. പിന്നെ എന്തെടുക്കാം? ദൈവവും മനുഷ്യനും എന്നുള്ള എടുക്കാം. അപ്പോ ഈ രണ്ടു പേര് വരുമ്പോ അവിടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഞാൻ മറ്റ് ക്ലാസ്സുകളൊക്കെ ചോദിക്കാറുണ്ട്. നമുക്കിപ്പോ അതിൻ്റെ ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. When the two comes together, there is a covenant. അവിടെ ഒരു ഉടമ്പടി വരുവാണ്. എന്തുടമ്പടി? ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഉടമ്പടി, മുന്നോട്ട് പോക്കിനെ കുറിച്ചുള്ള ഒരു ഉടമ്പടി. അവിടെ രണ്ടുപേര് വന്നില്ലെങ്കിൽ അവിടെ ഉടമ്പടി ഉണ്ടാകില്ല. അവിടെ രണ്ടുപേര് വന്നപ്പോ അവിടെ ഒരു ഉടമ്പടി ഉണ്ടായി. ആ ഉടമ്പടി സ്നേഹത്തിൽ തീർത്തതാണ്. അവിടെ അങ്ങോട്ടും എനിക്ക് ഇങ്ങോട്ടും എന്നുള്ള ഒരു ഇതില്ല. ഓക്കെ, എന്റെതെല്ലാം നിന്റേത്, നിന്റെതെല്ലാം എന്റേത് എന്ന് പറഞ്ഞതാണ്. അവിടെ റിഫ്ലക്ഷൻസ് ഇല്ല, അവിടെ ഇമേജസ് മാത്രമേ ഉള്ളൂ. പ്രതിബിംബങ്ങളില്ല, പ്രതിരൂപങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ബെയ്ത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് 2 എന്നുള്ള അത് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് ദൈവം ആണിൽ നിന്നും, അതായത് മനുഷ്യനിൽ നിന്നും ആ സ്ത്രീത്വത്തെ ദൈവം എടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നു പുരുഷന്. എബ്രായ സംസ്കാരത്തിൽ അല്ലെങ്കിൽ എബ്രായ വിശ്വാസത്തിന്റെ ഒരു കാര്യം പറയാം. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു അല്ലെ. അപ്പം എനിക്ക് അറിയാം കുറെ വ്യാഖ്യാനങ്ങളൊക്കെ അതിന്റെ പിന്നിലുണ്ട്, വേറെ കുറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എക്സാക്ട്ലി ആ പറഞ്ഞതുപോലെ തന്നെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം നടുക്കൂടെ വെട്ടി ആ ആണിനെ ആണായിട്ടും പെണ്ണിനെ പെണ്ണായിട്ടും ദൈവം മാറ്റി. യഥാർത്ഥത്തിലുള്ള സ്റ്റഡീസ് അതാണ്. ഓക്കെ, ഞാൻ മുന്നോട്ട് പോകുന്നു. മൂന്നാമത്തെ പോയിന്റ്, പ്രോഫറ്റിക് ലെയർ, പ്രവചനാത്മകമായ ഘടന എന്ന് എഴുതാം. പ്രവചനാത്മകമായ ഘടന. Beth opens the Torah with Bereshit in the beginning. നമ്മുടെ തോറ അല്ലെങ്കിൽ ബൈബിൾ അല്ലെങ്കിൽ തനാഖ് ആരംഭിക്കുന്നത്, അതിന് ആദ്യത്തെ താള് മറിക്കുമ്പോൾ നമുക്ക് കാണാൻ നമ്മുടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി എന്നുള്ള പുസ്തകമാണ്. പക്ഷെ അത് എഴുതപ്പെട്ടത് എബ്രായ ഭാഷയിലാണെന്ന് നമ്മൾ പഠിച്ചു. എബ്രായ ഭാഷയിൽ അവിടെ ബറഷീത്ത് എന്ന് കണ്ടു. അപ്പൊ അത് തുടങ്ങുന്നത് തന്നെ ബറഷീത്ത് ബാറ എന്നാണ്. അനാദിയിൽ ദൈവം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ അവിടെ ആലഫ് എന്തി? അപ്പൊ പലരും ചോദിക്കും, ബൈബിൾ ആരംഭിക്കുന്നത് ബത്തിൽ നിന്നാണ്, അപ്പൊ ആലഫ് എന്തി? അതിന് കാരണം എന്താ? ബിക്കോസ് ഗോഡ് ഹൈഡ് ആലഫ്. God hide Aleph himself in the silence and reveals his heart in Beth. ദൈവം തന്നെ ആ സൈലൻസിലേക്ക്, നിശബ്ദതയിലേക്ക് നിർത്തിയിട്ട് ദൈവത്തിന്റെ ഹൃദയം തുറന്ന് കാണിക്കുവാണ്. എന്തിനാ? ദൈവം ആ സ്നേഹം, ആ ഹവ്വ. ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു വാക്ക് പഠിച്ചിരുന്നു, എഖാദ്. ഇസ്രായേലെ കേൾക്കുക, ദൈവം ഏകനാണ്. ഏകൻ എന്നുള്ള പദം എഖാദ് എന്നുള്ളൊരു പദമാണ്. വേറൊരു പദം നമ്മൾ പഠിച്ചു, അഹവ, ലവ്.
കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആലഫിനെ കുറിച്ച് തന്ന വൊക്കാബുലറിയിൽ അഹവ എന്നുള്ള പദമുണ്ട്. ഈ അഹവയുടെ ഗമറ്റേറിയ വാല്യൂവും അതേപോലെ തന്നെ എഖാദിന്റെ ഗമറ്റേറിയ വാല്യൂവും ഒന്നാണ് നോക്കുമ്പോൾ ഒന്നാണ്. കാരണം രണ്ടിലും ഏകനായിരിക്കുന്നവനിൽ മാത്രമേ അഹവ ഉള്ളൂ, അതായത് നിത്യസ്നേഹമുള്ളൂ. ആ നിത്യസ്നേഹം ഒരുവനിൽ മാത്രമേ ഉള്ളൂ, അതായത് ദൈവപിതാവിന് മാത്രമേ ഉള്ളൂ. ദൈവം ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മുടെ മക്കള് ഭയങ്കരമായിട്ട് ബഹളം വെക്കുമ്പോഴും അവിടെ മിണ്ടാതിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയോട് അത് അവിടുത്തെ അപ്പച്ചനായിരിക്കും. അധികം മിണ്ടാത്തത് അപ്പച്ചനായിരിക്കും. എല്ലാത്തിലും കയറി ഇടപെടത്തില്ല. അതേപോലെ നമ്മുടെ ദൈവവും അവിടെ നിശബ്ദനായിരുന്നിട്ട് തന്റെ ഹൃദയത്തെ തുറന്ന് കാണിക്കുവാണ്. വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, സൂചിപ്പിക്കാനുള്ളത്, യഥാർത്ഥ ട്രാൻസ്ലേഷനില് പറയുന്നത് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്നല്ല, ദൈവത്തിന്റെ വലതുഭാഗമായ ഭൂസമിൽ ഇരിക്കുന്നു, ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്നാണ് അതിന്റെ യഥാർത്ഥമായ ട്രാൻസ്ലേഷൻ. That is God opening his heart to create, to invite you home. ദൈവം ആ ബെത്ത്, ആ വീട്ടിലാണ് സകലവും ഉണ്ടാക്കി അല്ലെങ്കിൽ സൃഷ്ടിച്ച് ആ സൃഷ്ടിപ്പിലേക്ക് ആണ് നമ്മളെ ഓരോരുത്തരെയും ആ ഭവനത്തിലേക്ക് വിളിക്കുന്നത്. ബെത്ത് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഹൗസ് എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് ബെത്തിന്റെ അകത്തൊരു വാക്കുണ്ട്, അതാണ് ബെൻ. നിങ്ങൾക്ക് ബെത്തിന്റെ അകത്ത് ആ ബ സൗണ്ടില് വേറൊരു അക്ഷരം കൂടെ വരുന്നുണ്ട്, ബെന്ന. അപ്പോ വീട്, പുത്രൻ, അല്ലെ? അപ്പോ പുത്രന്റെ വീട് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോ പുത്രന്റെ വീട് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ, അത് യഹോശുവയാണ്. യോഹന്നാൻ 14:2 നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ പറ്റും, ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് ആർ മെനി റൂംസ്. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ആമേൻ. നമുക്ക് 4ാമത്തെ പോയിന്റിലേക്ക് പോകാം. നിങ്ങൾ 4ാമത്തെ പോയിന്റ് എഴുതിയിട്ട് സ്പിരിച്വൽ മീനിങ്, അതിന്റെ ആത്മീയമായ അർത്ഥം എന്ന് എഴുതുക. കണ്ടെയ്നർ ഓഫ് ദ ഇൻഫിനിറ്റി, അതായത് ഒരിക്കലും അവസാനിക്കാത്ത ഭവന സമുച്ചയം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താം. ഇത്തിരി കടുകട്ടി മലയാളം ആയി പോകുന്നതിൽ എന്നോട് ക്ഷമിക്കുക. Bet is a paradox. It contains a house enclosed, yet it reveals a house invites. ഈ ഭവനം അതിൻ്റെ എല്ലാ സുരക്ഷിതത്വത്തിലും അടഞ്ഞു കിടന്നാലും അതെപ്പോഴും എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്വാഗതം ചെയ്യുമ്പോഴും നമ്മൾ കാണുന്ന, ഞാൻ പറഞ്ഞു ഭവനം അടഞ്ഞു കിടക്കുകയാണ്. ആ ഭവനം തുറക്കപ്പെടണമെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടുന്നത്? നമുക്ക് എന്താണ് വേണ്ടുന്നത്? നമുക്ക് വേണ്ടുന്നത് വിശുദ്ധിയാണ് വേണ്ടുന്നത്. ആ വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ദൈവം നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മളെ ഈ ദേഹരൂപത്തിൽ സൃഷ്ടിച്ചു നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ദൈവത്തിനെ പോലെ, ദൈവത്തിന്റെ മക്കളെ പോലെ ആ സാക്ഷികളായി നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. അടുത്തത് ദ ഫോർമേഷൻ ഓഫ് ദ ലെറ്റർ, അതല്ലെങ്കിൽ ഈ ബെയ്ത്ത് എന്ന ലെറ്ററിന്റെ ഫോർമേഷനെ കുറിച്ചിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Beth is written as a closed letter on 3 sides, open to the left forward. ഇതൊരു മർമ്മമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ബെത്ത് ഒരു ക്ലോസ്ഡ് ലെറ്റർ ആണ്, അല്ലെ? ഒരു വശം മേളിൽ ക്ലോസ് ചെയ്തു, ഒരു വശം ക്ലോസ് ചെയ്തു, ഇവിടെ താഴെയും ക്ലോസ് ചെയ്തു, ഒരു വശം മാത്രമാണ് തുറന്നു കിടക്കുന്നത്. അതെന്ന് പറയുന്നത് ദൈവത്തിന്റെ അനന്തമായിട്ടുള്ള ഒരു ഭൂതകാലത്തെയാണ് കാണിക്കുന്നത്, ഈ അടഞ്ഞു കിടക്കുന്നത്.
അത് നമുക്കുള്ളതല്ല. ആ എന്താണ് അതിന്റെ അപ്പുറം? ദൈവം ആരാണ്? ദൈവത്തെ ആരാ സൃഷ്ടിച്ചത്? ദൈവം ആണാണോ പെണ്ണാണോ? ദൈവം എങ്ങനെ ഇരിക്കും? ദൈവം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ചുമ്മാ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതൊന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ദൈവത്തെ കുറിച്ചിട്ടുള്ള വലിയ വലിയ വർണ്ണനകള് നമ്മുടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിനോട് ദൈവം എന്താണ് എങ്ങനെയാണോ എന്ന് ചോദിക്കാൻ നമുക്ക് ഒരു അവകാശവുമില്ല. ഒരു അവകാശമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ തിരുവചനം പഠിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ എബ്രായ വിശ്വാസത്തോട് ചേർന്ന് നമ്മൾ പഠിക്കുമ്പോൾ, ദൈവത്തെ ഒരു രീതിയിലും ചോദ്യം ചെയ്യുവാനോ ദൈവത്തിന്റെ പരമാധികാരത്തെ എങ്ങനെയാണെന്നോ നോക്കുവാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഇവിടെ തുറന്നു കിടക്കുന്നത് അത് ഫ്യൂച്ചറിലേക്കുള്ള, ഭാവിയിലേക്കുള്ള ഒരു അനന്തമായ യാത്രയാണ് കാണിക്കുന്നത്. ഓക്കെ, കൂടുതൽ ഞാൻ കൺഫ്യൂഷനിലേക്ക് പോകുന്നില്ല. ഞാൻ പറയാം. 3 ലെറ്റർ എന്ന് പറയുന്നത് 3 വാവ് ചേർത്തിട്ടാണ്. നമ്മൾ ആലഫ് പഠിച്ചപ്പോൾ 2 വാവ് താഴെയും മേളിലും 2 യോത് താഴെയും മേളിലും ഒരു വാവ് ഡയഗണലായിട്ടും വന്നു പഠിച്ചു. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ഞാൻ തുടക്കം നിങ്ങളുടെ അടുത്ത് ഒരു പടം കാണിച്ചിരുന്നു. ദ സിമ്പിൾ ഓഫ് ഡ്യുവലിറ്റി ആൻഡ് റിലേഷൻഷിപ്പ്. അവിടെ 2 ലോകത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒലാം ഹസിയ ആൻഡ് ഒലാം ഹബ. ഒലാം ഹസ എന്ന് പറഞ്ഞാൽ ദിസ് വേൾഡ്, ഈ ഉള്ള ലോകം. ഒലാം ഹബ എന്ന് പറഞ്ഞാൽ മറ്റൊരു വരാൻ പോകുന്ന ലോകത്തെയും കുറിച്ച് ബെത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 2 കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് 2 കവനന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. തോറയുടെ 2 ടാബ്ലറ്റ്, ആ 2 ശിലാഫലകത്തെ കാണിക്കുന്നു. 2 സാക്ഷികളെ കാണിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ നേരത്തെ എന്താണ് പറയുന്നത്, യോഹന്നാന്റെ ആ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു, അനേകം വാസസ്ഥലത്തെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് എന്താണ് നമുക്ക് ഒന്നും കൂടെ കാണുവാൻ കഴിയും. ആൻഡ് ദ വേർഡ് ബിക്കം ഫ്ലഷ് ആൻഡ് ടാബർനാക്കിൾഡ് എമംഗ് അസ്. നമ്മളുടെ ഇടയിൽ പാർക്കുവാൻ ദൈവം വന്നു. ദൈവത്തിന്റെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ, അതായത് നമ്മുടെ ഇടയിൽ മീൻസ് നമ്മുടെ ആ ഭവനത്തിൽ. ദൈവം എപ്പോഴും ഈ ഭൂമിയിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ ഫോർമേഷൻ ഓഫ് ബെയ്ത്ത് എന്ന് പറഞ്ഞത് 3 വാവ്സ് ചേർന്നിട്ടാണ്. 3 വാളുകളാണ് അതിൽ തീർത്തിരിക്കുന്നത്. ഈ 3 വാളുകൾ, 3 വാവ് എന്ന് പറയുന്നത് ചേർന്ന് വരുമ്പോൾ 3 × 6 = 18 എന്നുള്ള ഒരു സംഖ്യ വരും. 18 എന്ന് പറയുന്നത് നമ്മൾ ഇനി അടുത്ത ഒരു 2 അക്ഷരം കൂടെ പഠിക്കാനുണ്ട്. ഒരു വാവും ഒരു ഖ എന്നുള്ളൊരു സൗണ്ട്. ഖ്, അതും ആ വാവും ആ ഖ് എന്നുള്ള സൗണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോ ഖായ് എന്നൊരു സൗണ്ട് വരും. ആ ഖായ് ആണ് ലൈഫ്. അപ്പോ ജീവന്റെ തുടിപ്പ് എവിടെയാ ഉള്ളത്? ഭവനത്തിലാ ഉള്ളത്. അപ്പൊ ഖായ് എന്ന് പറയുന്നത് ലൈഫ് എന്നാണ്. ആൻഡ് ബെത്ത് therefore = ഹൗസ് ഓഫ് ലൈഫ് എന്ന് നമുക്ക് പഠിക്കാം. അതുകൊണ്ടാണ് ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 30:19 ഇങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ജീവിതവും മരണവും വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതാണ് തിരഞ്ഞെടുക്കാം. ഉണ്ടോ? ജീവിതവും മരണവും, അത് 2 എണ്ണം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഈ അക്ഷരത്തിന്റെ ഒരു റബാനിക് തോട്ട് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ മുകളിൽ വശം ക്ലോസ്ഡ് ആണ്, ബോട്ടം ആൻഡ് ദ ബാക്ക്
ആൻഡ് ഒരു വശം മാത്രമാണ് തുറന്നിട്ടിരിക്കുന്നത്. അത് എപ്പോഴും മുന്നോട്ട് തുറന്നിട്ടിരിക്കുകയാണ്. അതിലേക്ക് നിങ്ങൾക്ക് കയറാം, അതിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാം. അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്വപ്നം ഒരാൾ കാണുന്നുണ്ട് ബൈബിളില്. അത് സ്വർഗരാജ്യത്തെ കാണുന്ന ഒരു വ്യക്തിയുണ്ട്. മാലാഖമാർ ഇറങ്ങിയും താങ്ങിയും ഒക്കെ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അടുത്തൊരു പോയിന്റ് മിഷ്യാനിക് കണക്ഷൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു യഹോശുവ ആണ് സൺ ഓഫ് ബെയ്ത്ത്. വീടിന്റെ മകൻ ആരാണെന്ന് നമ്മൾ പഠിച്ചു, യഹോശുവ. അപ്പൊ മാസ്റ്റർ ഓഫ് ദ ഹൗസ്, ബലാൽ ഹ ബെയ്ത്ത് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോ പല ആൾക്കാരും ആ ജീവനുള്ള കല്ലിനെ കളഞ്ഞു, അല്ലെ? അവസാനം ആ കല്ല് ഫൗണ്ടേഷന്റെ മൂലക്കല്ലായിട്ട് തീർന്നു. ആ കല്ലിൽ നിന്നാണ് ജീവന്റെ തുടിപ്പ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 21:3 ബിഹോൾഡ് ദ ഡ്വെല്ലിംഗ് ബെയ്ത്ത് ഓഫ് ഗോഡ് ഇസ് വിത്ത് മാൻ. ആർക്കെങ്കിലും വെളിപ്പാട് പുസ്തകം 21:3 വായിക്കാമോ? (21:3) സിംഹാസനത്തിൽ നിന്ന് ഒരു സിംഹാസനത്തിൽ മഹാശബ്ദം നിന്ന് ഒരു പറയുന്നതായി ഞാൻ മഹാശബ്ദം കേട്ടത്. പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ആമേൻ. ഓക്കെ, നമുക്ക് അപ്പൊ ഇതോടുകൂടി നിങ്ങളുടെ ബെയ്ത്തിനെ കുറിച്ചിട്ടുള്ള അത്യാവശ്യം ഉള്ള ക്ലാസ് ഇവിടെ തീർന്നു. നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത് ഗിമലാണ്. അപ്പം ഗിമലിനെ കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ റെക്കോർഡിംഗ് കട്ട് ചെയ്തു. ഓക്കെ, ഞാൻ നമ്മുടെ ക്ലാസ്സിന്റെ ഇടയിൽ വെച്ച് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് ബെത്തും വെത്തും ബ സൗണ്ട് വേ സൗണ്ട് എങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ വൈറ്റ് ബോർഡ് എടുക്കുവാണ്. ആരും അതിൻ്റെ അകത്ത് എഴുതരുത്. മൗസ് വെച്ചോ കൈവച്ചോ ഒന്നും വരയ്ക്കരുത്. ലോഡ് ചെയ്ത് വരുവാണ്. നിങ്ങൾ എല്ലാവരും ഈ അക്ഷരമാല എഴുതി തന്നെ പഠിക്കണം. പഠിച്ചിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരാൻ പറ്റുന്ന മനസ്ഥിതി, ഓക്കെ സാറിനെ കാണിക്കാം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളെ കാണിക്കാം, പുള്ളി എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ പറഞ്ഞു തരും എന്ന് ആഗ്രഹമുള്ളവർ എനിക്ക് അയച്ചു തരിക. പിന്നെ ആ ലഫ് ഒന്ന് ഒരു പേപ്പറിൽ, ഒരു ചെറിയ പേപ്പറിൽ, തുണ്ടു പേപ്പറിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കരുത്. നിങ്ങളൊരു വൃത്തിയായിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ആ സ്ക്വയർ ബുക്കിൽ മൊത്തത്തിൽ അത് എഴുതിയിട്ടാണ് എനിക്ക് അയക്കേണ്ടത്. അപ്പൊ എനിക്ക് ആ വരികൾ നോക്കുമ്പോൾ എവിടെയാണ് തെറ്റ് അവിടെ ഞാൻ പറഞ്ഞു തരാം. കാരണം ഞാൻ ഒരു ക്ലാസ്സിൽ ഇത് പറഞ്ഞപ്പോൾ ഒരു സഹോദരി ചെയ്തു, ഒരു തുണ്ട് കടലാസിൽ, ഒരു ടിക്കറ്റിന്റെ കടലാസിൽ ആലഫ് ഇങ്ങനെ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു. ഞാൻ ഒന്നും വേണ്ടിയില്ല, ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്യരുത്. പിന്നെ അസൈൻമെന്റ് ചെയ്യുമ്പോൾ വളരെ വ്യക്തതയോട് കൂടി തന്നെ എനിക്ക് അയക്കണം. ചിലർ ഫോട്ടോ എടുത്ത് അയക്കുമ്പോൾ അത് ബ്ലറായി പോകും. ഞാൻ എങ്ങനെ വായിക്കണം? എനിക്കതിലൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്നിട്ട് ഇങ്ങനെ മൊബൈൽ വെച്ചിട്ട് എടുക്കും. എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് പ്ലീസ്. രാജി ആരും വരയ്ക്കരുത്. ഇതിനകത്ത് കുറെ പേര് വരച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരും വരയ്ക്കരുത്. ഓക്കെ, ഞാൻ ഓക്കെ, ഇങ്ങനെയാണ് ബെത്ത് വരയ്ക്കുന്നത്. ഇതിപ്പോ ബെത്തല്ല, വെത്താണ്.
ഷേളി വരയ്ക്കരുതേ, ഇടയ്ക്ക് വരയ്ക്കരുതേ ഷേളി. ആരും ആ സ്ക്രീനിൽ തൊടല്ലേ. ഈ നടുക്ക് ഇവിടെ ഒരു ഡോട്ട് ഇടുമ്പോഴാണ് ഇതിന് ബെത്ത് എന്ന് വായിക്കുന്നത്. ഇപ്പൊ തൽക്കാലം നമ്മൾ ഇതിനെ നിങ്ങൾ ബെത്ത് എന്ന് തന്നെ വായിച്ചാൽ മതി. നമ്മുടെ ക്ലാസ്സിന്റെ 22 അക്ഷരങ്ങൾ പഠിച്ചു തരുമ്പോൾ നിങ്ങളെ കെഫത്ത് ബെഗത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിക്കും. അതൊരു ഗ്രാമർ പോർഷനാണ്. അതിൻ്റെ ഗ ബ ഡ് ന് ഇങ്ങനെയുള്ള സൗണ്ട് എങ്ങനെ വരുന്നു എന്ന് പഠിപ്പിക്കാനാണ് ഞാനത് പഠിപ്പിക്കുന്നത്. ഇപ്പൊ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അത് പഠിപ്പിക്കാത്തത്. അത് നമുക്ക് സാവധാനം പഠിക്കാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇങ്ങനെ തന്നെ വായിച്ച് പഠിക്കാം, ബെറ്റ് എന്ന്. രണ്ടാമത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, സാറേ ഇതിൻ്റെ അകത്ത് എവിടെയാ വീട് എന്ന് പറഞ്ഞത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുന്നത് ഒരു പഴയ ലാംഗ്വേജ് ആണ്. ആ പഴയ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആദ്യമേ അതിനൊരു എന്താ പറയുക, ഒരു പിക്ടോഗ്രാഫിക് മീനിങ്, ഒരു പാലിയോ ഹീബ്രു ഒരു ചിത്രാക്ഷരമുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അത് ഭവനം എന്ന് ഉള്ള രീതിയിലാണ് അതൊരു വരയ്ക്കുന്നത്. ഇത് കാണിക്കുന്ന ഒരു ഭവനം എന്നാണ്. ഞാൻ ഉദാഹരണമല്ല, എന്നെ പഠിപ്പിച്ച സാറ് പറഞ്ഞൊരു കാര്യം നിങ്ങളിവിടെ വിശദീകരിക്കാം. ഈ എബ്രായരുടെ സാമൂഹ്യ പശ്ചാത്തലവും അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളും അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഭാഷ പഠിക്കാൻ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട നമ്മുടെ മലയാളി കണ്ണാടി വെച്ച് നമ്മൾ ഈ ലാംഗ്വേജിനെയും ഈ സംസ്കാരത്തെയും നോക്കി കാണരുത്. കണ്ടാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. നമ്മൾ വിശ്വസിക്കുന്നത് ശരിയാണോ, അയ്യോ ഞാൻ എന്തോ ഇത് ചെയ്യുന്നത്, ഞാൻ ഇത് ദുരുപദേശത്തിലാണോ പോകുന്നതെന്നൊക്കെ ചിന്ത വരും. അങ്ങനല്ല. ഇത് മധ്യപൂർവേഷ്യയില് മാത്രം ജീവിച്ച് വളർന്ന ഒരു സമൂഹത്തിൽ നിന്നുമാണ് എബ്രായന്മാരെ ദൈവം ഒരുക്കിയെടുത്ത് മുന്നോട്ട് വന്നത്. അവരുടെ ഭക്ഷണത്തിന് വ്യത്യാസമുണ്ട്, അവരുടെ ജീവിതത്തിന് വ്യത്യാസമുണ്ട്. അവർ പ്രഭാതത്തിൽ ഉറക്കമുണർന്ന് കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ കണ്ണ് തുറന്ന് ചിലപ്പം ആദ്യം എടുത്ത് നോക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ആയിരിക്കും. പക്ഷെ അവരത് ചെയ്യത്തില്ല. അവർ ആദ്യം കണ്ണ് തുറന്നത് സൃഷ്ടാവിന് നന്ദി പറഞ്ഞിട്ടാണ്. 7 തവണയാണ് അവർ കൈ കഴുകുന്നത്. ഓരോ കൈയും മാറി മാറി 7 തവണ അവർ കഴിയും. എന്നതിന് ശേഷം വീണ്ടും അവര് പാതി കണ്ണിലൂടെ അവർ നടന്നു വന്ന് മുറിയിൽ വന്ന് അവർ ദൈവത്തിന് നന്ദി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഭാഷ പഠിക്കുമ്പോൾ, അവരുടെ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ, നമ്മൾ അതിൻ്റെ അകത്ത് ഞാൻ വീട് കാണുന്നില്ല, അതിൻ്റെ അകത്ത് ഞാൻ ഒന്ന് അങ്ങനെ പറയരുത്. അപ്പൊ ഞാനിത് പടിയായിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഞാൻ ഒരു കാര്യം ഒന്നും കൂടെ വരച്ചു തരാം. ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ടവര് ഇടയ്ക്ക് കയറി വരക്കല്ലേ, ആരും ആ സ്ക്രീനിൽ തൊടല്ലേ പ്ലീസ്. ഓക്കെ, നമ്മള് ഇവിടെ ഒരു മേൽക്കൂരയാണ് ആദ്യം വരയ്ക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഭിത്തി വരയ്ക്കുന്നു. ഓക്കെ, ഇവിടുന്ന് ഒരു സോറി ഇവിടുന്ന് നമ്മൾ ഒരു അടിസ്ഥാനം ആദ്യം കെട്ടിയിട്ടുണ്ടല്ലോ. ഈ അടിസ്ഥാനം കുറച്ചും കൂടി നമ്മൾ ഇവിടെ നീട്ടിയിട്ടുണ്ട്. ഇതെന്തിനാണ് ഇവിടെ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഏരിയയിൽ, ഈ കാണുന്ന ഇത്രയും ഏരിയയിൽ അവര് എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ എന്തുവാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്? ആടുകള്, മാടുകള്, കഴുതകള്, ഒട്ടകങ്ങള് ഒക്കെ ഉണ്ട്. അവർക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു സ്ഥലവും കൂടിയായിട്ടാണ് അവരിത് പണിതിരിക്കുന്നത്. എന്നിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവര് ഈ ഒട്ടകത്തെയും ആടിനെയും മാടിനെയും പശുവിനെയും ഒക്കെ അവരുടെ ഭവനത്തിന്റെ ഉള്ളിൽ, അതായത് ഞാൻ പറഞ്ഞൊരു റിച്ച് ആയിട്ട് ജീവിക്കുന്ന ഒരാളല്ല, ഒരു മിഡിൽ ആയിട്ട് ഉള്ള ഒരാളുടെ വീട്ടിൽ ഇവരെല്ലാവരും കയറ്റി മുറി പൂട്ടിയിട്ടാണ് കിടന്നുറങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ ഒരു രാത്രി ഒരു സുഹൃത്ത് വന്നിട്ട് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ മുട്ടിയിട്ട് വിളിക്കും, എൻ്റെ വീട്ടിൽ ഒരു അതിഥി വന്നിട്ടുണ്ട്, ആ അതിഥിക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഉപമ പറയുന്നുണ്ട്. അപ്പോ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇവരെ ആ ഒരു വലിയ ഒരു ടാങ്ക് പോലെ കെട്ടും. ആ ടാങ്കിന്റെ അകത്തായിരിക്കും
എല്ലാ സാധനങ്ങളും വെക്കുന്നത്. ഇവരുടെ എല്ലാ സാധനങ്ങളും അന്ന് രാത്രി ചിലപ്പോൾ ഉണ്ടാക്കിയ അവിടുത്തെ റൊട്ടി ഉണ്ടായിരിക്കും. ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ താമസിച്ചവർക്ക് എല്ലാം അറിയാം അവിടുത്തെ റൊട്ടിയുടെ പ്രത്യേകത. അപ്പം ചീത്തയാവത്തില്ല, പിറ്റേ ദിവസം എടുക്കാം. അപ്പം അതിനു വേണ്ടിയിട്ട് അവർ ആ വലിയ ടാങ്കിൻ്റെ അകത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ പലകയിട്ടിട്ടായിരിക്കും അപ്പൻ, അമ്മ, മക്കൾ എല്ലാവരും കിടക്കുന്നത്. അപ്പോ ഒരാൾ വന്ന് വിളിക്കുക, എന്തിനാ? തുറന്നിട്ട് ഭക്ഷണം വേണം. അപ്പം പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയി ആടുമാടുകളെല്ലാം വകഞ്ഞു മാറ്റി അവിടെ ചെന്ന് വാതിൽ തുറന്ന് അങ്ങേരെ അകത്തേക്ക് കയറ്റി ഇവരെ ഓരോരുത്തരെയും എഴുന്നേൽപ്പിച്ചിട്ട് വേണം ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ. ആ ഒരു സുവിശേഷത്തിന്റെ ഒരു ഭാഗത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇതൊരു വീടാണ്, ഒരു പഴയകാല വീടാണ്. ആ വീടിന്റെ ഒരു മാതൃകയാണിത്. ആ മാതൃകയിൽ ഈ കാണുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് ആടുകൾക്കും മാടുകൾക്കും ഒട്ടകത്തിനൊക്കെ വന്ന് വെള്ളം കുടിക്കാനുള്ള ഒരു സ്പേസ് ആണ് എന്നതുപോലെ നമുക്കിതിനെ ആത്മീയമായിട്ട് നമുക്ക് നിർവചിക്കാം. കാരണം ഈ ഭൂമി മനുഷ്യന് വേണ്ടിയിട്ട് മാത്രമല്ല ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലെ പക്ഷികൾ, ജന്തുക്കൾ, അല്ലേ, നമ്മുടെ ചുറ്റും ദൈവം ഉണ്ടാക്കിയ കോടാനകോടി ലക്ഷങ്ങളായിട്ടുള്ള നമ്മൾ കാണാത്ത മൈന്യൂട്ടായിട്ടുള്ള എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിടമാണ്. മനുഷ്യന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. അതുകൊണ്ടാണ് ഈ സകല ഭൂമിയെയും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനോട് പറഞ്ഞത് ഈ ഭൂമിയെ നീ പരിപാലിക്കാൻ, എന്നിട്ട് സകലത്തിനു മേലും വാഴുവാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോ ബെത്ത് നൽകുന്ന ഏറ്റവും വലിയ ആത്മീയ ഗൃഹപാഠം, ദ ഹോം വർക്ക് ഓഫ് ബെത്ത് എന്ന് പറയുന്നത്, ഈ ബത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് എന്തായിട്ടാണ്? അബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന് നമ്മളെ ആ ഭവനത്തിലേക്ക് ഓരോരുത്തരെയും ക്ഷണിച്ചിരിക്കുന്നത് എന്തിനാ? വാഴുവാനായിട്ട്, ആലഫിനോടൊപ്പം വാഴുവാനായിട്ടാണ്. ആലഫ് തൗ, ആലഫ് തൗ, ആലഫ് തൗവിനൊപ്പം വാഴുവാനായിട്ടാണ്. നമ്മൾ തൗവിന്റെ അർത്ഥം കൂടെ പഠിച്ചു കഴിയുമ്പോഴായിരിക്കും ആലഫ് തൗവിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നത്. എനിക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുള്ളവർക്ക് എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. ഐ ആം സോ ഹാപ്പി ടു റിസീവ് യുവർ കോൾസ്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിലും ഇപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ എടുത്ത് ചോദിക്കാം. ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഇന്നത്തെ സെഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ അന്നമ്മ ജോൺ വർഗീസിനെ തന്നെ ക്ഷണിക്കുന്നു. അമ്മമ്മ വന്ന് തന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റുമോ അന്നമ്മ? കേൾക്കാമോ? ഓക്കെ, കേൾക്കാമോ? പ്രാർത്ഥിക്കാൻ പറ്റുമോ? കേൾക്കാമോ? ആ, കേക്കാം. പ്രാർത്ഥിച്ചാൽ മ്യൂട്ടാക്കി വെച്ചേക്കുമായിരുന്നു. ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. കർത്താവേ, സ്തോത്രം. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ നാമത്തെ പഠിക്കുവാൻ, അവിടുത്തെ ഭാഷയെ പഠിക്കുവാൻ ഒക്കെയും തന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവമേ ഞങ്ങൾക്ക് ആയിട്ടില്ലെങ്കിലും കർത്താവെ, അതിൻ്റെ തുടക്കങ്ങളൊക്കെ ആകുവാൻ തന്നെ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ. അതിനായിട്ട് ഞങ്ങളുടെ അധ്യാപകനെ അവിടുന്ന് ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവമേ, അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന് പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന എല്ലാ പഠിതാക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ദിനംതോറും കർത്താവിൻ്റെ കൃപയിൽ വളർന്നു വരുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ പഠനം കൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ഒന്നുകൂടി ദൈവത്തോട് അടുക്കുവാനുള്ള കൃപ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം കർത്താവെ. മേലാലും അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ ക്ലാസ് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുമാറാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. ഹലോ സാറേ, ഹലോ സാറേ, കേൾക്കുന്നുണ്ട്. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ഈ ജോഗന റെക്കോർഡ് ഓഫ്.